ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മസാല ടീയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ ഇത് റെഡിയാക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആദ്യം ഇടേണ്ടതൊരു 20 ഗ്രാം ഏലക്ക കേട്ടോ. 20 ഗ്രാമാണേ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പം ഇത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് 20 ഗ്രാമാണ് കേട്ടോ. ഇനി രണ്ടാമത് ഇതിലേക്ക് വേണ്ടത് ഡ്രൈ ജിഞ്ചർ, അതാണ്. ഇതൊരു 15 ഗ്രാം ഞാനൊന്ന് പൊടിച്ചിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ പല്ലൊടിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒടിച്ചാണിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 15 ഗ്രാമാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് വലിയ ജീരകം കേട്ടോ. വലിയ ജീരകം ഒരു 10 ഗ്രാം. ഇത് കുരുമുളകാണ്. കുരുമുളക് ഒരു 5 ഗ്രാം. പിന്നെ ഇത് വേണ്ടത് ഇതിനെന്താ പറയുക, ഇത് ഗ്രാമ്പൂവാണ് കേട്ടോ. ഇതൊരു 5 ഗ്രാമാണേ. ഇത് ബ്ലാക്ക് കാഡമമാണ് കേട്ടോ. വലിയ ഏലക്ക, കറുത്ത കളറിൽ വരുന്നത് ബ്ലാക്ക് കാഡമം. സാധാരണ അത് ബിരിയാണിയിലൊക്കെയാണ് ഇടുന്നത്. ഇതൊരു 4 എണ്ണം എടുത്തിട്ട് അതിൻ്റെ അല്ലി മാത്രമേ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കാഡമത്തിൻ്റെ അല്ലി മാത്രം. ഇത് പട്ടയാണ് കേട്ടോ. ഇതൊരു 10 ഗ്രാമാണേ. 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിൽ, ഞാൻ നേരത്തെ പാൻ ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഇനി ഒരു ചെറിയ തീയാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. 5 മിനിറ്റ് മതി. ചെറുതീയിൽ 5 മിനിറ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതായത് ഞാൻ 5 മിനിറ്റാണ് കേട്ടോ ചൂടാക്കിയത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇത് നമ്മുടെ തുളസിയുടെ ആ പൂവ് ഉണങ്ങിയതാണ്. ഇത് ഓഫാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ തവയെടുത്ത് പുറത്ത് വയ്ക്കണം. പുറത്ത് വെച്ചിട്ട് ഇതൊരു 4-5 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് ഇടുവാണേ. ഇത് ചൂടാക്കരുത്. ഇത് ചൂടാക്കാതെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാനായിട്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇടുക കേട്ടോ. ഇതൊന്ന് ഇളക്കി, ചൂട് കിട്ടുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ ചൂടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇളക്കിയിട്ടും അത് അടിയിൽ വെച്ചിട്ടുണ്ടേ. ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഇതൊന്ന് ആറിക്കോട്ടെ. ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഇതൊന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ആറിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൂടിയാണ് ഞാൻ അടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പഞ്ചസാര ഇടേണ്ട കാര്യമില്ല. പക്ഷെ ഇത് കടയിലേക്കാണെങ്കിൽ ഞാൻ ഇടാറില്ല. കാരണം വെച്ചാൽ ഇവിടെ വിത്തൗട്ടൊക്കെ വരാറുണ്ടല്ലോ, അതുകൊണ്ടിട്ട്. അപ്പോൾ ഞാനിതിപ്പം പഞ്ചസാര ഇടാതെയാണ് ഇട്ട് അടിക്കുന്നത്. നമുക്ക് വീടുകളിലേക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് അടിച്ചാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൗഡറുമായിട്ട് അടിക്കാൻ പോവാണേ. അപ്പോൾ ഇത് അങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതുപോലെ നല്ല പൗഡർ പോലെ പൊടിച്ച് വയ്ക്കണം. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കടുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മസാല ടീ പൗഡറാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചായ കുടിക്കാം ഡെയിലി. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്നും പറയുന്നത് പോലെ തന്നെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.